ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേഷ്മ നേരെ വീട്ടിലേക്ക് ചെന്നിരിക്കുക. വിളിച്ച് എന്നിട്ട് നീതു എന്ന് വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ചോദിക്കണം, എന്താ രേഷ്മ വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ നീതുവിനെയാണല്ലോ വിളിക്കുന്നത്, എന്താ പ്രത്യേകിച്ച് എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ നീതുവിൻ്റെ ഒരു കൂട്ടുകാരത്തി കാണാൻ വന്നിട്ടുണ്ട്, അത് ഹരിത. അപ്പോൾ ഹരിത പുറത്ത് നിൽക്കുക, അവളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ആണോ ഹരിതയോ? നീതു എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. എന്താ അമ്മേ? അതെ നിന്റെ ഒരു കൂട്ടുകാരത്തി ഹരിത കാണാൻ വന്നിട്ടുണ്ടെന്ന്. ഹരിതയോ എന്നും പറഞ്ഞുകൊണ്ട് രേഷ്മയുടെ മുഖത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും കണ്ണടച്ചിങ്ങനെ കാണിക്കുകയാണ്. ഹരിത എനിക്ക് മനസ്സിലായി. ഹരിത എൻ്റെ ഒപ്പേ കോളേജിൽ പഠിച്ചതാ. അവൾ പുറത്ത് വന്നിട്ടുണ്ടോ? അതെ അവൾ പുറത്ത് നിൽക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതെന്താ അവൾ പുറത്ത് നിൽക്കുന്നത് എന്ന് അമ്മ ചോദിക്കുകയാണ്. അത് പിന്നെ അവൾ വണ്ടിക്കകത്താ, അതുകൊണ്ടാണ് അവൾ പുറത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും വണ്ടിക്കകത്താണെങ്കിൽ ഇങ്ങോട്ട് വരാനായിട്ട് പറയാൻ പാടില്ലേ, എന്തിനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്? അപ്പോഴേക്ക് നീതു അവളെ കാലിന് സ്വാധീനമില്ലാത്ത കുട്ടിയാണേ, അതുകൊണ്ടാണ് അവൾ പുറത്ത് തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഞാനിന്ന് പോയി നോക്കിയിട്ട് വരട്ടെ, അവൾ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം. ശരി എങ്കിൽ പോ എന്ന് പറഞ്ഞുകൊണ്ട് നീതുവും അതേപോലെ തന്നെ രേഷ്മയും കൂടി നേരെ റോഡിലേക്ക് ഇറങ്ങുക. അപ്പോൾ നീതു പറയാം രേഷ്മിനോട് ഒരുപാട് താങ്ക് യു ഉണ്ട് കേട്ടോ ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നതിന്. അപ്പോൾ ഹരീഷിനെ കാണിക്കണം. അപ്പോൾ ഹരീഷും അവിടെ പോലെ തന്നെ സുധീഷും കൂടി നിൽക്കുകയാണ്. അതേടാ നിൻ്റെ പെണ്ണ് വരുന്നടാ എന്ന് പറഞ്ഞപ്പോഴേക്കും നീതു എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റൊരു വിളി. അങ്ങനെ നീതു ഓടി ചെല്ലുകയാണ് നമ്മുടെ ഹരീഷിൻ്റെ അടുത്തേക്ക്. ഹരീഷിലേക്ക് ഓടി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഹരീഷ് നീ ഇവിടെ, നിന്നെ കാണണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. അല്ല നീ എന്താ നിൻ്റെ ചേട്ടനെയും കൂട്ടിയാണോ വന്നത്? അപ്പോഴേക്ക് സുധീഷ് അതെ എന്നെയും കൂട്ടി തന്നെ വന്നത്, ഞാൻ കാരണോ ഇപ്പോൾ ഇങ്ങനൊരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഉണ്ടായത്, മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നതിന് ബ്രോയ്ക്ക് ഒരുപാട് നന്ദി. എനിക്ക് പേഴ്സണലായിട്ട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് ഒന്ന് കുറച്ച് മാറി നിൽക്കാവോ എന്ന് പറഞ്ഞപ്പോഴേക്കും അത് ശരി, പേഴ്സണലായിട്ട് പറയാനുണ്ടല്ലേ, ആയിക്കോട്ടെ പേഴ്സണലായിട്ട് പറഞ്ഞോ നിങ്ങൾ, എനിക്കെന്താ പ്രശ്നം എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് അങ്ങോട്ട് മാറി നിൽക്കുക. അപ്പോൾ നമ്മുടെ ഹരീഷ് ആണെങ്കിൽ നീതു നിന്നെ അവർ ഒരുപാട് തല്ലിയോടി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നീതു വന്ന് ഹരീഷിനെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോൾ നീതു എന്താ നീതു ഈ കാണിക്കുന്നത്? നീതു ഇത് വഴിയാണേ, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നം, കാണട്ടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്കെന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല, എനിക്കിഷ്ടം തോന്നി ഞാൻ കെട്ടിപ്പിടിക്കും, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ നമ്മുടെ ഹരീഷ് ആണെങ്കിൽ കെട്ടിപ്പിടിക്കുന്നുമില്ല. അപ്പോൾ ഇതാ വരുന്നടാ നീതുവിൻ്റെ ആങ്ങള ബൈക്കിൽ വരിക. ഈ ഒരു കാഴ്ച ഉണ്ടെപ്പോഴേക്കും ആങ്ങളെ ഞെട്ടിപ്പോവാ. അപ്പോഴേക്കും ഹരീഷ് ഇങ്ങനെ കെട്ടിപ്പിടിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളി. നീതു ആണെങ്കിൽ തിരിഞ്ഞു നോക്കുക. ആങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും ഞെട്ടിപ്പോവാണ്. ഡേ വഴി കിടന്ന് നീ തോന്നിയാസം കാണിക്കുന്നോടി എന്ന് പറഞ്ഞുകൊണ്ട് നീതുവിൻ്റെ കരണം നോക്കി പട്ടക്കെന്ന് പറഞ്ഞു ഒറ്റ അടിയാണ്. അപ്പോഴേക്കും സുധീഷ് ഞെട്ടിപ്പോയി, എൻ്റെ ദൈവമേ ആള് സീനായല്ലോ. അപ്പോൾ ഹരീഷ് അവളെ തല്ലരുത്, നീ ആരാടാ എൻ്റെ പെങ്ങളെ തല്ലണോ വേണ്ടെന്ന് ചോദിക്കാനായിട്ട്? എൻ്റെ പെങ്ങളെ ഞാൻ തല്ലും കൊല്ലും, അതൊക്കെ എൻ്റെ അവകാശം, ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വീണ്ടും ഈ നീതുവിനെ പിടിച്ച് ഭയങ്കരമായിട്ട് അടിക്കുകയാണ്. ഹരീഷാണെങ്കിൽ കല്ലിയും വരികയാണ്. അപ്പോൾ ഹരീഷും ആ റോട്ടിൽ വെച്ച് അവനെ അടിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്ക് സുധീഷ് കയറി പിടിക്കുകയാണ്. ഹരീഷെ വേണ്ട ഹരീഷ് എന്ന് പറഞ്ഞു. ഇയാൾ പിന്നെ നീതുവിനെ പിടിച്ച് തല്ലുന്നത് കണ്ടില്ലേ? പക്ഷേ നീതുവിനെ വലിച്ചഴച്ചുകൊണ്ട് നേരെ ഈ അഖില് പോവുകയാണ്. അപ്പോൾ അഖില് പോയി കഴിഞ്ഞപ്പോഴേക്ക് എന്ത് പരിപാടിയാണ് കാണിച്ചത്? ദേ സുധീഷേട്ടാ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? അവളുടെ വീട്ടുകാർ അവളെ തല്ലിക്കൊല്ലും. പക്ഷെ ഇത് വല്ലാത്തൊരു അവസ്ഥയായി പോയല്ലോ. അതൊക്കെ വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം, നമുക്കിപ്പോൾ വീട്ടിലേക്ക് പോകാമെന്ന് പറയുകയാണ്. അപ്പോൾ അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയണ്ടേ? ഇനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരെയും കൂടി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. വേണ്ട, അത് കൂടുതൽ പ്രശ്നത്തിന് വഴിയൊരുക്കും, നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോവാണ്. ഇപ്പോൾ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ നീതുവിനെ വിളിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് കയറ്റിയിട്ട് ഇവളെന്താ കാണിച്ചു വിട്ടേന്ന് അറിയാവോ? എന്ത് കാണിച്ചു വിട്ടാനായിട്ട്? ഇവളുടെ കൂട്ടുകാരത്തിയെ കാണാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പോയതല്ലേ, പിന്നെന്താ? നിങ്ങൾ കൂട്ടുകാരത്തിയെ കാണാൻ പോകണമെന്ന് പറയുമ്പോൾ നിങ്ങളേക്ക് അപ്പോഴേക്കും അവളെ അഴിച്ചു വിടുമോ? അവളെന്താ റോട്ടിൽ ആരെയാണ് കാണാൻ പോയെന്ന് അറിയാവോ? ആ ഹരീഷിനെ. ഹരീഷിനെയോ? അവരവിടെ വന്നിട്ടുണ്ടായിരുന്നോ? പിന്നെ അല്ലാതെ നിങ്ങളെ പറ്റിച്ചിട്ട് പാലം കിടക്കുകയായിരുന്നു അവളുടെ ജോലി എന്ന് പറഞ്ഞുകൊണ്ട്. എടി ഒരുമ്പെട്ടവളെ, നീ എന്നെയും ധിക്കരിച്ചുകൊണ്ട് എന്നെയും പറ്റിച്ചിട്ട് നീ മറ്റവനെ കാണാനായിട്ട് പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അടി തുടങ്ങി. എന്നെ അടിക്കലെന്ന് പറയുന്നുണ്ട്. അച്ഛനാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് സഹിക്കാനും പറ്റുന്നില്ല. നിങ്ങളൊന്നും അടിക്കാതിരിക്കും, നിങ്ങൾ എന്തേ കാണിച്ചു കൂട്ടുന്നത് ചോദിക്കുകയാണ്. നിങ്ങളെല്ലാവരും കൂടി ഇടുന്ന് പുന്നാരിപ്പിച്ചോ, അതുകൊണ്ടാണ് ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കുമേ ഹരീഷും ഇവളും കൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയാണെങ്കിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അതെ
കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. എടി നാണം കെട്ടവളെ, നിനക്ക് ഈ പെരുവഴിയിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാനായിട്ട് നാണമില്ലടി. നീ എന്തിനാടി മറ്റുള്ളവർ മുന്നിൽ എന്നെ ഞങ്ങളെയൊക്കെ നാണം കെടുത്താൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വീണ്ടും തുടങ്ങി തല്ല്. അപ്പോഴേക്കും അച്ഛന് സഹിക്കാൻ പറ്റും. അതൊന്നും നിർത്തുന്നുണ്ടോ? ഇങ്ങനെ അടിച്ചടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അവൾ സത്യങ്ങൾ പറയോ? ഇങ്ങനെ അടിക്കാതിരിക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ മോളെ, നീ എന്തിനാണ് മോളെ അവൻ്റെ അടുത്തോട്ട് പോയത്? ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞല്ലേ മോളെ അവൻ്റെ അടുത്തോട്ട് പോകരുത്. അയ്യോ, തന്തയുടെ ഒരു പുന്നാരിച്ച് തലയെ കയറ്റി വെച്ചോ. അതുകൊണ്ടാ ഇവൾ ഇങ്ങനെ വഷളായത്. ഇവളെയൊക്കെ പുന്നാരിപ്പിച്ചാൽ പോരാ, നല്ല അടി കൊടുക്കണം. അങ്ങനെ ആങ്ങളെ വീണ്ടും അടിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്ക് നീതു തടയുകയാണ്. തൊട്ടു പോകരുത് തന്നെ. നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട് എന്നെ തല്ലാനായിട്ട്? നിങ്ങളെന്നെ തല്ലരുത്. നിങ്ങൾ ആദ്യം നന്നാവ്, എന്നിട്ട് എന്നെ നന്നാക്കാനായിട്ട് വാ. അല്ലാതെ എൻ്റെ ദേഹത്ത് തൊട്ടു പോകരുത്. അപ്പോഴേക്കും അമ്മ, എടി നിന്റെ ആങ്ങളെയാത്. നിന്റെ ആങ്ങളെ നിന്നെ തല്ലിയെന്ന് വിചാരിച്ച് എന്താണ് ഈ കുഴപ്പം സംഭവിക്കാൻ പോകുന്നത്? നിന്നെക്കാലം മൂത്തതാ, പ്രായമുണ്ട് എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്കും പ്രായമുണ്ട്, ഞാനും വലുതായി. എൻ്റെ ദേഹത്ത് ആരും കൈവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വഴക്ക് പറയാം, ശാസിക്കാം, അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇയാൾക്കില്ല എന്നെ തല്ലാനുള്ള അവകാശം. ഞാനൊരു കേസ് കൊടുത്തു കഴിഞ്ഞാലേ എല്ലാവരും അകത്താകും. പറഞ്ഞാൽ മനസ്സിലായോ? കേട്ടില്ലേ? പുന്നാര മോള് പറയുന്നത് കേട്ടില്ലേ? നമ്മളെ എല്ലാവരെയും അകത്താക്കാനാ ഇവളുടെ നിശ്ചയം. നീതു, ഞങ്ങൾ പറയാണ്, നീ ഇനി അവനെ കാണാനായിട്ട് പോകരുത്. ഞാൻ പോകും. അവൻ എന്നെ കാണാൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ കാണാൻ പോകും. ഹരീഷിനെ എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഹരീഷിനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നിന്റെ കല്യാണം ഞങ്ങൾ നടത്തി തന്നിട്ട് വേണ്ടേ? പിന്നെ നിങ്ങളെന്തിനാണ് നടത്തി തരുന്നത് ഞങ്ങളുടെ കല്യാണം? ഞങ്ങൾക്കറിയാം കല്യാണം കഴിക്കാനായിട്ട്, ജീവിക്കാനും അറിയാം. അതിനുള്ള പ്രായവും പക്വതൊക്കെ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ കയറി ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല എന്നും നീതു മുഖത്തടിച്ച പോലെ പറയാം. പച്ചൻ പറയണം, നീതു നിങ്ങളൊരു കാര്യം പറയാം. ഒന്നെങ്കിൽ ഹരീഷിനെ മറന്ന് ഇവിടെ ജീവിക്കണം, അല്ലെങ്കിൽ ഈ വീട് വിട്ട് ഇറങ്ങി പൊയ്ക്കോളണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയും പറയണം, അതെ, അത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഒന്നെങ്കിൽ ഞങ്ങൾ പറയണ അനുസരിച്ച് നീ ഇവിടെ ജീവിച്ചോ, അല്ലെങ്കിൽ നീ ഈ കുടുംബത്തോടെ എല്ലാ ഇതും പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കോളണം. ഞങ്ങൾക്ക് ഇങ്ങനെ നാണം കെട്ട് ജീവിക്കാനൊന്നും പറ്റത്തുമില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കോളെന്നും പറയുകയാണ്. ഇത് കേട്ട് നീതു ആണെങ്കിലും ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞ് നീതു നേരെ റൂമിലേക്ക് കയറി വാതിലടക്കുക. റൂമിൽ കയറി ബാഗ് എടുത്തിട്ട് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യണം. അപ്പോൾ അമ്മയ്ക്ക് ടെൻഷനായി എന്താ വാതിലടച്ചിരിക്കുന്നതെന്ന് ആലോചിച്ചിട്ട്. വേണ്ടി നീതു എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. ഞാൻ നീതു ബാഗ് എടുത്തിട്ട് ഇറങ്ങി വരികയാണ്. ഓഹോ, അപ്പം നീ പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ? അപ്പോഴേക്കും അതെ, അച്ഛനെൻ്റെ മുന്നിൽ 2 ഓപ്ഷൻസ് വെച്ചു. ഒന്നെങ്കിൽ ഹരീഷിനെ മറന്നുകൊണ്ട് ഞാനിവിടെ ജീവിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോകണം അല്ലേ? അതിലൊരു ഓപ്ഷൻ ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു, എടുത്തു. ഞാൻ ഏതായാലും ഇവിടെ നിന്ന് ഇറങ്ങി പോവാ എന്നും പറഞ്ഞുകൊണ്ട് നീതു അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അപ്പം നീതുവിൻ്റെ പിന്നാലെ ഓടി ചെല്ലുകയാണ്. എടി അവിടെ നിൽക്കടി എന്ന് പറഞ്ഞുകൊണ്ട്, വേണ്ട, എനിക്ക് ഇവിടെ ജീവിക്കാനായിട്ട് യാതൊരു താല്പര്യവുമില്ല. നിങ്ങൾ ഇഷ്ടം പോലെ ജീവിച്ചോ, എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കണം. ജീവിതം ഒന്നേ ഉള്ളൂ, അത് നമ്മൾ ആസ്വദിച്ച് ജീവിക്കണം. എനിക്ക് ഹരീഷിനോടൊപ്പം ജീവിക്കാൻ ഇഷ്ടമെന്നേ, അതുകൊണ്ട് എനിക്ക് ഹരീഷിനോടൊപ്പം ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയപ്പോൾ നാട്ടുകാർ മുഴുവൻ ഒത്തുകൂടി. പോട്ടെ, അവൾ പോട്ടെ. എന്തിനാ അമ്മ എന്ത് പരിപാടി കാണിച്ചത്? അവളോട് പോകാൻ പറഞ്ഞ എന്തിനാ? പിന്നെ അല്ലാതെ ഞാൻ എന്ത് പറയണം? അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറയണോ? നമ്മളെ വേണ്ട, അവനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് പോയതല്ലേ. അവൾ പോട്ടെ, എവിടത്തോളം പോകും, എത്ര ദിവസത്തേക്ക് പോകും? ലാസ്റ്റ് അവൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. അപ്പം കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്താ എല്ലാവരും നോക്കി പിടിച്ച് നിൽക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിലൊന്നും ഒരു ജോലിയില്ലേ? കൂട്ടം കൂടി വന്നിരിക്കുന്നു എല്ലാം കൂടി എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ദേഷ്യപ്പെട്ട് കയറി പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഈ നിധി ഈ ഹരീഷിനോട് പറയണമെങ്കിൽ എന്ത് പരിപാടി കാണിച്ചത്? നിങ്ങൾ എന്തിനാണ് അവളെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയത്? ഇത് വലിയ പ്രശ്നത്തിലേക്ക് വഴി ഒരുക്കൂലേ? ആ പാവത്തിനെ തല്ലി കൊല്ലൂലേ എല്ലാവരും കൂടി ചേർന്നിട്ട്? ഇത് കഴിഞ്ഞപ്പോഴേ ഹരീഷ് ആണെങ്കിൽ അതേ സുധീഷ് ചേട്ടാ അവളെല്ലാവരും കൂടി പിടിച്ച് തല്ലൂലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇല്ലടാ, അങ്ങനെയൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഏതായാലും കൊല്ലാനൊന്നും അവർക്ക് പറ്റില്ല. പിന്നെ പ്രണയത്തിന് വേണ്ടി 2-3 തല്ലു കൊണ്ടെന്ന് വിചാരിച്ച് കുഴപ്പം സംഭവിക്കാനും പോകുന്നില്ല. പറഞ്ഞാൽ മനസ്സിലായോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദാ വരുന്നടാ നീതു ഗേറ്റും തുറന്നുകൊണ്ട് ബാഗും തൂക്കിയിട്ട് ദാ വരിക. എല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പം അച്ഛനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഹലോ മാൻ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജൂനിയർ ഗേൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും നീതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കുക. ഇതെന്താ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു? എന്താ നീതു ഇങ്ങോട്ട് വന്നത്? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നോ? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അവരെൻ്റെ മുന്നിൽ 2 ഓപ്ഷൻ വെച്ചു. ഒന്നെങ്കിൽ ഹരീഷിൻ്റെ ഒപ്പം
എല്ലാം മറന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന്, അല്ലെങ്കിൽ ഹരീഷിനെ മറക്കണമെന്ന്. എനിക്ക് ഹരീഷിനെ മറക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് ആദ്യത്തെ ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുത്തു. ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇവിടെ എനിക്ക് സേഫ് എന്ന് തോന്നി. ഇനി മുതലേ ഞാൻ ഇവിടെയാണ് ജീവിക്കാൻ പോകുന്നതെന്നും പറയാം. ഇത് കേട്ട സുധീഷിന് ഭയങ്കര സന്തോഷം തോന്നി. അടിപൊളി പെങ്ങളെ, ദേ ഇതാണ് ശരിയായ ഓപ്ഷൻ. ഏതായാലും വീട് വിട്ട് ഇറങ്ങി പോന്നല്ലോ, നല്ല കാര്യം. അതുകൊണ്ടേ നമുക്ക് ഏതായാലും ഹരീഷിൻ്റെയും നീതുവിൻ്റെയും കല്യാണം അങ്ങോട്ട് നടത്തി കളഞ്ഞേക്കാം. ഇത് കേട്ട സുഭാഷ് ആകെ ഞെട്ടി നിൽക്കുക. പക്ഷേ നീതുവിനൊക്കെ ഭയങ്കര സന്തോഷം തോന്നിക്കുക. പക്ഷെ ഹരീഷിനും ആകെ ടെൻഷൻ. ഇതെന്താ സുധീഷേട്ടൊന്നും മിണ്ടാതിരിക്കുക? എടാ ഇനി എന്തും മിണ്ടാതിരിക്കാൻ? ദേ ഇതാണ് നല്ല ഐഡിയ. ഏതായാലും നീതു വീട് വിട്ട് ഇറങ്ങി വന്നില്ലേ, ഇനി ഇവിടെ താമസിക്കട്ടേന്നേ. താമസിക്കണമെങ്കിൽ ഇവർ രണ്ടുപേരുടെയും കല്യാണം കഴിയണം, എന്നാൽ മാത്രമേ ഇവിടെ താമസിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ സുഭാഷ്, നീ ഒന്നും മിണ്ടാതിരിക്കടാ, കുറച്ചു നേരം മിണ്ടാതിരിക്കാവോ? നിധിയും പറയാണ്, താനൊന്നും മിണ്ടാതിരിക്കടോ എന്ന് സുധീഷിനോട് പറയാണ്. മോളെ നിധി, ഇത് നീതുവിനെ കൊണ്ട് അകത്തേക്ക് പോയിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നീതുവിനെ കൊണ്ട് അകത്തേക്ക് പോവുക. അപ്പോൾ അകത്തേക്ക് അവിടെ ഇരുന്നോട്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നിധി ഇറങ്ങി പോവുകയാണ്. എടാ സുഭാഷേ, സുധീഷ് നീ എന്ത് പരിപാടി പറയുന്നത്? കല്യാണം കഴിപ്പിക്കാനോ? വേറൊരു ഓപ്ഷനില്ലേ ചേട്ടത്തിൽ? വേറെന്താ ഓപ്ഷനാണ് ഉള്ളത്? ഇവിടെ താമസിപ്പിക്കണമെങ്കിൽ വെറുതെ താമസിപ്പിക്കാനായിട്ട് പറ്റുമോ? അത് തന്നെയാണ് പറയുന്നത്, താമസിപ്പിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പം അതുകൊണ്ട് ഹരീഷിൻ്റെയും നീതുവിൻ്റെയും കല്യാണം നടത്തണം, എന്നാൽ മാത്രമേ ഇവിടെ താമസിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ പോലീസുകാർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നിധിയാണെങ്കിൽ എപ്പോൾ നോക്കിയാലും കല്യാണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്. വേറൊരു ഓപ്ഷനും ഇല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേറെ എന്തോ ഓപ്ഷൻ എന്നാണ് പറയുന്നത്? കല്യാണം കഴിക്കാതെ ഇവിടെ താമസിക്കാൻ പറ്റുമോ? നീത് ഇവിടെ നിന്ന് ഇറങ്ങി പോകത്തുമില്ല. ഇനി വീട്ടിലേക്ക് ചെന്ന് അവളെ സ്വീകരിക്കോ? അതുമില്ല. വീട്ടുകാരിവിടെ പ്രശ്നം ഉണ്ടാക്കി വരുമ്പോൾ ഇവർ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞിരിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഹരീഷ് ആണെങ്കിൽ അതെ ഇങ്ങോട്ട് വന്നണ്ടേ, സുധീഷേട്ടൻ ഇങ്ങോട്ട് വന്നേന്ന്. എന്താടാ നീ സുധീഷേട്ടൻ ഇങ്ങോട്ട് വന്നണ്ടേ? അപ്പോൾ അച്ഛൻ്റെ മുന്നിൽ കൂടിയാണ് ഈ പോകുന്നത്. അച്ഛൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്. സുധീഷേട്ടൻ എന്ത് പരിപാടി ഈ പറയുന്നത്? കല്യാണം കഴിക്കാനോ? ഇതെന്താ ഈ പരിപാടി? എടാ പിന്നെ കല്യാണം കഴിക്കാതെ അവളെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റുമോ? എടാ പോലീസുകാർ വരും, അവളുടെ വീട്ടുകാരൊക്കെ വരും. വേണമെങ്കിൽ കോടതി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഒപ്പം താമസിക്കണമെന്ന് മാത്രമേ അവൾ പറയുകയും ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ താമസിക്കുമ്പോൾ നാട്ടുകാരെയും കൂടി ബോധിപ്പിക്കണം, അല്ലെങ്കിൽ നീതുവിന് ചീത്തപ്പേരാണ്. അതുകൊണ്ട് നിൻ്റെയും നീതുവിൻ്റെയും കല്യാണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും ഒന്നും പറയാനായിട്ട് പോകുന്നില്ല. ആ പോലീസുകാരൻ്റെയും അവളുടെ വീട്ടുകാരുടെയൊക്കെ വായടപ്പിക്കാൻ ഈ ഒരു വഴിയേ ഉള്ളൂ. അല്ലെങ്കിലേ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീയാണ് അവളെ പിടിച്ച് പൂട്ടിയിട്ട് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുക്കും. പിന്നീട് പോലീസ് നിന്നെ അകത്തോണ്ടിടും. അവളെ വലിച്ചടിച്ചുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ടിട്ട് തല്ലി ചതക്കും. ഇത് കാണാനാണോ നിനക്ക് ആഗ്രഹം എന്ന് സുധീഷ് പറയുക. അപ്പോൾ സുധീഷ് പറയുന്നതിന് കാര്യമുണ്ടെന്ന് അച്ഛന് മനസ്സിലാകുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ.